ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി വീഡിയോയുമായിട്ടാണ്. ഇത് വിത്തൗട്ട് ഓവനിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കും ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് കേക്കാണിത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഫസ്റ്റ് ഒരു ഗ്ലാസ്സിൽ നമുക്കൊരു 1/4 കപ്പ് മിൽക്ക് എടുക്കണം. അതിൽ 1 ടീസ്പൂൺ വിനാഗർ ഒഴിച്ച് ബട്ടർ മിൽക്ക് തയ്യാറാക്കി വെക്കുക. അതൊന്ന് മാറ്റി വെക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്ത് അതിൻ്റെ അളവിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് ഓയിൽ ഗ്രീസ് ചെയ്ത് നമുക്ക് ബട്ടർ പേപ്പർ അതിൽ വെച്ച് കൊടുക്കാം. അടുത്തത് ഒരു ബൗളെടുത്ത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. അതിൻ്റെ അളവൊക്കെ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദ ഒരു അരിപ്പയിലൂടെ ഇടുക. അത് കഴിഞ്ഞ് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ കൊക്കോ പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്. അപ്പോൾ ഇത്രയുമാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുക്കുന്നത്. ഇത് നന്നായിട്ടൊരു വിസ്ക് വെച്ച് ഒന്ന് അരിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്ക് എടുക്കേണ്ടത് ഒരു വലിയ ബൗളെടുത്ത് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. റൂം ടെമ്പറേച്ചർ എഗ്ഗ് വേണം എടുക്കാൻ. ഇതിലേക്ക് 1/4 കപ്പ് ഷുഗർ, ഞാനിവിടെ ഷുഗർ പൊടിക്കാതെയാണ് ചേർക്കുന്നത്. കാരണം ബീറ്റർ ഉപയോഗിച്ചാണ് ഞാൻ മുട്ട ബീറ്റ് ചെയ്തെടുക്കുന്നത്. 1 ടീസ്പൂൺ വാനില എസൻസ്, ഒരു പിഞ്ച് ഉപ്പ്. ഇതെത്രയും കൂടി നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലൊരു സ്റ്റാൻഡ് ബീറ്റർ വെച്ചാണ് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അതായത് നമ്മൾ സാധാരണ നോർമൽ ബീറ്ററിൻ്റെ ആ ഒരു എഫക്റ്റ് തന്നെ ഇത് ബീറ്റ് ചെയ്യുമ്പോൾ. പിന്നെ അത് സ്റ്റാൻഡ് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതേപോലൊരു പാത്രത്തിലാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. ലോ ഫ്ലെയിമിൽ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. അതിലേക്ക് നമുക്കിതുപോലൊരു റൗണ്ട് ഇറക്കി വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് എഗ്ഗ് ബാറ്ററിൽ നമുക്കൊരു 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസായ മൈദ മിക്സ് 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ബട്ടർ മിൽക്കും ഒഴിച്ചു കൊടുക്കാം. സാവകാശം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. കട്ടകളൊന്നുമില്ലാതെ ഒന്ന് മൊത്തത്തിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് റെഡ് വെൽവെറ്റ് കേക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ മാജിക് റെഡ് എന്നുള്ള ഇതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ച് കളറ് ചേർത്ത് കൊടുക്കുക. കളറ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു സ്പാറ്റുല വെച്ച് ഒന്ന് സൈഡൊക്കെ ഒന്ന് വടിച്ചെടുത്ത് നമുക്ക് ബേക്കിംഗ് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് തട്ടി കൊടുക്കാം, ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് ഒരു 20-25 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെയും പാത്രം അനുസരിച്ചായിരിക്കും നമ്മുടെ ഈ കേക്ക് ബേക്ക് ആവുന്നത്.
ഒരുപാട് വലിയ പാത്രമൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ അനുസരിച്ചായിരിക്കും നോക്കുന്നത്. ഒരു 25 മിനിറ്റ് ആകുമ്പോൾ നിങ്ങളൊന്ന് അടപ്പ് തുറന്ന് ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് നോക്കുക. എൻ്റെ ഒരു 30 മിനിറ്റ് ആയപ്പോൾ കേക്ക് ബേക്കായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന് തണുത്തതിന് ശേഷം ഇതുപോലൊരു കേക്ക് ബോർഡിലായിട്ട് നമുക്കിത് ഒരു കത്തി ഉപയോഗിച്ച് സൈഡൊക്കെ ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് നമുക്കതിലോട്ടൊന്ന് തട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, അതിൻ്റെ മുകൾ ഭാഗമൊന്നും ഒട്ടലൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഐസിങ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.